കൊല്ലത്ത് പണത്തിനായി 80കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. കൃത്യം നടന്ന ആശ്രാമം ഗസ്റ്റ് ഹൗസിന് പരിസരത്തുള്ള റോഡിലാണ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. 1ഉം 2ഉം പ്രതികളായ അനിമോൻ, മാഗിൻ, 4ആം പ്രതി അനു എന്നിവരെയാണ് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മെയ് 23-നായിരുന്നു 3ആം പ്രതിയായ സരിതയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത പ്രതികൾ സൈക്കിളിലെത്തിയ 80കാരനായ പാപ്പച്ചനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു നൽകി. പാപ്പച്ചനെ ആശ്രാമത്തേക്ക് വിളിച്ചു വരുത്തിയതും സംഭവത്തിന് മുമ്പ് അവിടെ നിന്നും പോവുകയും ചെയ്തത് 4ആം പ്രതി അനൂപാണ്. പാപ്പച്ചനെ റോഡിൽ സൈഡിൽ കാത്തുനിന്ന 1ആം പ്രതി അനിമോൻ സൈക്കിളിലെത്തിയ പാപ്പച്ചനെ ഇടിച്ചു വീഴ്ത്തി പോവുകയായിരുന്നു. സംഭവം നടന്ന ശേഷം പാപ്പച്ചനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിപ്പിക്കുകയും പരിസരം നിരീക്ഷിക്കുന്ന ചുമതലയുമായിരുന്നു 2ആം പ്രതിയെ മാഹിൻ്റേത്. 2 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്ത കൊട്ടേഷൻ കൃത്യം നടത്തിയ ശേഷം പലതവണകളായി 3ആം പ്രതിയിൽ നിന്നും അനിമോൻ 19 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. വെറും അപകടമരണമാകുകയായിരുന്ന കേസ് പാപ്പച്ചൻ്റെ ഭാര്യയുടെയും മകളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. പാപ്പച്ചൻ കൊല്ലം ഓലയിലെ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ മാനേജറായിരുന്ന സരിത നൽകിയ കൊട്ടേഷനാണ് പാപ്പച്ചൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത്.